ഏപ്രിൽ 3 ദുഃഖവെള്ളിയാഴ്ച. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും വിവരണം സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇന്ന് ഒന്ന് സംഗ്രഹിക്കാം. യേശു പരിശുദ്ധ കുർബാനയും പൗരോഹിത്യമെന്ന കൂദാശയും സ്ഥാപിച്ച പെസ ഭക്ഷണത്തിന് ശേഷം ഗെത്സമനിലെ തോട്ടത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം കഠിനമായ മാനസിക വേദനയിലൂടെ കടന്നുപോയി. കഷ്ടപ്പാടുകളുടെയും മരണത്തിൻ്റെയും ഭീകരത അവിടുത്തെ രക്തം വിയർക്കുവാൻ ഇടയാക്കി. കഴിയുമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ എന്ന് പോലും യേശുനാഥൻ പ്രാർത്ഥിച്ചു. എന്നാൽ അവസാനം തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്നു. രാത്രി 11 യേശുവിനെ യൂദാസ്കറിയാത്ത ഒറ്റിക്കൊടുക്കുകയും പടയാളികൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. രാത്രിയിൽ തന്നെ സെൻഹെദ്രിൻ കൂടി അദ്ദേഹത്തെ കുറ്റം വിധിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ മരണശിക്ഷയ്ക്കായി പോന്തിയോസ് പിലാത്തോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഹെറോദസിൻ്റെ അടുക്കിലേക്കും വീണ്ടും പിലാത്തോസിൻ്റെ അടുക്കിലേക്കും കൊണ്ടുവന്നു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും മുൾക്കിരീടം അണിയിക്കുകയും ചെയ്തു. അവസാനം കുരിശിലേറ്റാൻ വിധിച്ചു. തൻ്റെ കുരിശുമെടുത്ത് കാൽവരിയിലേക്ക് യേശുവിനെ കൊണ്ടുപോയി. രാവിലെ 9 മണിയോടെ കുരിശിൽ തറച്ചു. 6 മണിക്കൂർ നേരത്തെ കഠിനമായ വേദനയും കഷ്ടപ്പാടിനു ശേഷം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് യേശുനാഥൻ മരണത്തിന് കീഴടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് 33 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പരമ്പരാഗതമായി പീഡാനുഭവത്തെക്കുറിച്ചുള്ള 4 സുവിശേഷ വിവരണങ്ങൾ നോക്കുമ്പോൾ യേശു കുരിശിൽ കിടക്കുമ്പോൾ ഉച്ചരിച്ച 7 വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, കാരണം ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടാ. 2. നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. 3. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. 4. ഏലി ഏലി ലമാ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട്. 5. എനിക്ക് ദാഹിക്കുന്നു. 6. എല്ലാം പൂർത്തിയായി. 7. പിതാവേ, നിന്റെ കൈകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഈ 7 വാക്യങ്ങളും നമുക്ക് ഒന്ന് പരിശോധിക്കാം. 1. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, കാരണം അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയുന്നില്ല. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആഴം ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദാമിനോടും ഹവ്വായോടും ദൈവം ക്ഷമിച്ചു. ഇസ്രായേൽ ജനങ്ങൾ അന്യദൈവങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ അവരോട് ക്ഷമിച്ചു. ദാവീദ് വ്യഭിചാരം ചെയ്തപ്പോൾ അവൻ അവരോട് ക്ഷമിച്ചു. പാപിയായ സ്ത്രീയോടും തളർവാത രോഗിയുടെ പാപങ്ങളോടും തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനോടും അവൻ ക്ഷമിച്ചു. നമ്മുടെ ദൈവം നമ്മോട് ക്ഷമിക്കുന്നു എന്നറിയുന്നത് എത്ര ആശ്വാസകരമാണ്. നമ്മുടെ ബലഹീനതകളെയും അജ്ഞതയെയും സാഹചര്യങ്ങളെയും അവൻ മനസ്സിലാക്കുന്നു. നമ്മൾ അവനെ തള്ളിപ്പറഞ്ഞാലും അവൻ്റെ സ്നേഹത്തിന് കുറവില്ല, അവസാനമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്ഷമിക്കാൻ കഴിയുമോ? നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാണോ? അത് നമ്മുടെ മാതാപിതാക്കന്മാരാകാം,
മക്കളാകാം, ഇൻലോസ് ആകാം, സഹോദരി സഹോദരന്മാരാകാം. തെറ്റ് ചെയ്യുന്നത് മനുഷ്യത്വപരമാണ്, എന്നാൽ ക്ഷമിക്കുന്നത് ദൈവികമാണ്. 2, നിങ്ങൾ എന്നോടൊപ്പം പർദീസയിലായിരിക്കും. ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് എപ്പോഴെങ്കിലും ലഭിക്കുമോ? നമ്മൾ പർദീസയിലായിരിക്കുമെന്ന്. ബാക്കി എന്തെല്ലാം നേടിയാലും, വീട്, ജോലി, വസ്ത്രം, പണം, ബിരുദം, പ്രശസ്തി, അവസാനം ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടെ സൃഷ്ടാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു. എന്നാൽ യേശുവിനോടും മറിയത്തോടും ഒപ്പമായിരിക്കുക, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോടൊപ്പം ആയിരിക്കുക എന്നതാണ് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. വലതുവശത്തെ കള്ളന് കുരിശിൽ വെച്ച് ആ അനുഗ്രഹം ലഭിച്ചു. 3, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് 33 വയസ്സ് പ്രായമായ തൻ്റെ മകന് നഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ മേരി 33 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ എന്നെ വളരെയധികം സ്നേഹിച്ചു. അവൾ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പുരോഹിതനാകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ വീട്ടിലെത്തുമ്പോഴൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കി. എന്നെ ഉടുപ്പിട്ട് കാണാനും പരിശുദ്ധ കുർബാന സമർപ്പിക്കുന്ന കാണാനും ഇഷ്ടപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ യാത്രയാക്കാൻ അന്ന് ഞാൻ വികാരിയായിരുന്ന ഈ മുട്ടടയിൽ വന്നിരുന്നു. എൻ്റെ അമ്മയെ എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഇന്ന് എനിക്ക് 100 കണക്കിന് അമ്മമാരുണ്ട്. എല്ലാറ്റിനും ഉപരി യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയം എൻ്റെ അമ്മയാണ്. കുരിശിൽ യോഹന്നാനെ അവൻ്റെ അമ്മയെ ഏൽപ്പിച്ചതിലൂടെ മറിയം എല്ലാ വിശ്വാസികളുടെയും അമ്മയായി. ഈ ലോകത്തുള്ള എന്തും നമുക്ക് വാങ്ങാൻ കഴിയും, നമ്മുടെ അമ്മമാരെ ഒഴികെ. അത് ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ്, വിലയേറിയ സമ്മാനം. നമ്മൾ ചോദിക്കേണ്ടത്, ഞാൻ എൻ്റെ അമ്മയുടെ, മറിയത്തിൻ്റെ മകനാകാൻ, മകളാകാൻ ഉള്ള യോഗ്യതയോടെയാണോ ജീവിക്കുന്നത്? എല്ലാവർക്കും ഈ വിശുദ്ധ അല്ലെങ്കിൽ നല്ല വെള്ളിയാഴ്ചയുടെ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് പോളച്ചൻ ഫ്രം കേരള. രണ്ടാമത്തെ പാട്ട് അടുത്തതിൽ.